എല്ലാവരും പോയി. ഇനി അവനും കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്താന്ന് ഒരു അറം പറ്റിയ പോലെയുള്ള ഒരു സംഭവമായി പോയത്. ശ്രുതിയെ തനിച്ചാക്കിയിട്ട് ജെൻസനും യാത്രയായി. ഇപ്പുറം ജെൻസനോ ശ്രുതിയൊന്നും എൻ്റെ ആരും അല്ല കേട്ടോ. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു, ഏഷ്യാനെറ്റിലാന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ ശ്രുതി എന്ന് പറഞ്ഞത് വയനാട്ടിൽ ഈ ഉരുൾപൊട്ടൽ വന്ന സമയത്തെ സ്വന്തം അച്ഛനും അമ്മയും അതുപോലെ അനിയത്തി ഇവർ 4 പേരായിരുന്നു കുടുംബം. ആ 3 പേരും മരണപ്പെട്ടു. കൂടെ 9 പേര്, കുടുംബത്തിൽ 9 പേരെ ആൾക്കാരാണ് മരിച്ചുപോയത്. ഈ കൊച്ചു മാത്രമാണ് ബാക്കിയായത്. പക്ഷെ അവരുടെ കല്യാണ നിശ്ചയം കുറച്ച് മുമ്പ് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് അവരുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ടില്ല, അവരുടെ പ്രതിസുത വരനായിരുന്നു ഈ ജെൻസൺ എന്ന് പറഞ്ഞ ആൾ. ആ സമയത്ത് ജെൻസൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിരുന്നു, ഏഷ്യാനെറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വീഡിയോയിൽ അതായത് ഇനി അവൾ ഒറ്റയ്ക്കല്ല, അതായത് അവരുടെ കുടുംബം, അതായത് ഞാൻ കെട്ടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇനിയുള്ള എൻ്റെ കുടുംബം അവരൊരുമിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഒരു വീഡിയോ ഒക്കെ വന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അന്ന് ഒരുപാട് സന്തോഷം തോന്നി. അതായത് ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടെങ്കിലും ആ കുടുംബം മൊത്തം പോയിട്ടുണ്ടെങ്കിലും അവർ ആ കൊച്ചിനെ അക്സെപ്റ്റ് ചെയ്തു, നല്ല രീതിയിൽ ജീവിക്കും ഒക്കെ. ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് പാസ് ചെയ്ത് പോയൊരു വീഡിയോ മാത്രമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നതും ഇന്ന് നമ്മൾ രാവിലെ മുതൽ കാണുന്നുണ്ട്, ഈ ഒരു ആക്സിഡൻറ്റ് നടന്നു. ജെൻസനും ശ്രുതി ഒരു കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നു. ശ്രുതിക്ക് കാലിന് എന്തോ ഒരു പരിക്ക് പറ്റി. പക്ഷെ ജെൻസൻ്റെ നില അതീവ ഗുരുതരാന്നും പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് രാവിലെ മുതൽ വരുന്നത്. ഒരുപാട് പേർക്ക് അറിയില്ല എന്തായിരുന്നു സംഭവം എന്നുള്ളത്. ഇതായിരുന്നു സംഭവം. പക്ഷെ ഇന്നിപ്പോൾ രാത്രി ഒരു 8-9 മണിയായ സമയത്ത് ജെൻസൺ മരണപ്പെട്ടിട്ടുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ആരുമല്ല, ചിലപ്പോൾ അത് കാണുന്ന പലരുടെയും ആരുമല്ല. പക്ഷെ നമ്മൾ ചിന്തിച്ച് ചോദിക്കില്ല, ആ ഒരു കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അവൻ എന്തായാലും പോയി. കുടുംബത്തിൽ 9 പേരാണ് മരണപ്പെട്ടത്. ആ കൊച്ചിൻ്റെ, ഈ ശ്രുതി എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ കുടുംബത്തിൽ 9 പേര് മരണപ്പെട്ടിട്ട് അവസാനം വന്നൊരു താങ്ങായിരുന്നു അവൻ. അവൻ്റെ ആ ഒരു ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു വീഡിയോൻ്റെ അവസാനം അവനൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ആ ക്ലിപ്പൊന്നും ഇടുന്നില്ല, അതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവനൊരു കാര്യം പറയുന്നുണ്ട്, എല്ലാവരും പോയി. ഇനി അവനും കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്താന്ന് ഒരു അറം പറ്റിയ പോലെയുള്ള ഒരു സംഭവമായി പോയത്. എന്താണെങ്കിലും നടന്നു അത് അവസ്ഥ വന്നു. ഞാൻ ഈ പറയാൻ വന്നത് ഇതൊന്നുമല്ല കേട്ടോ. നിങ്ങളാരും എന്നെ വേറെ ഒന്നും വിചാരിക്കരുത്, ഇവൻ എന്തിന് ഈ സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്ത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിയെന്ന് വിചാരിക്കരുത്. പക്ഷേ ആ ആക്സിഡൻ്റ് ഒരു വീഡിയോ ഉണ്ട്. ആക്സിഡൻ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ആ ആക്സിഡൻ്റ് വീഡിയോ ഒന്ന് കാണും. ഞാൻ ആ വീഡിയോ സൈഡിൽ വെക്കുന്നുണ്ട്. ഒരു വളവായിരുന്നു, കൽപ്പറ്റയിലാണ് ഈ ആക്സിഡൻറ്റ് നടന്നത്. ഒരു വളവായിരുന്നു. അവൻ കയറി വരുന്നത് റോങ് സൈഡിലാണ്. ഒരു വളവിൽ നിന്ന് റോങ് സൈഡിലാണ് അവൻ കയറി വരുന്നത്. ഒരുപാട് വാഹനങ്ങൾ സൈഡിലൂടെ വരുന്നുണ്ട്. അതെല്ലാം പാസ് ചെയ്തിട്ടാണ് അവൻ കയറി വരുന്നത്. എന്തിനവൻ ആ സമയത്ത്, അവന് എന്ത് ബുദ്ധിയാണ് പടച്ചോനെ കൊടുത്തതെന്ന് തോന്നിപ്പോയി. എന്തിനാണ് ദൈവം അവനെ കൊണ്ട് ആ സമയത്ത് അതിലൂടെ കയറി വരാൻ വേണ്ടി, എന്ത് എമർജൻസി ആയിരുന്നു അവനുണ്ടായിരുന്നത്? അല്ലെങ്കിൽ എന്തോ ഒരു തോന്നൽ, ഒരു പിശാചിൻ്റെ തോന്നലോ എന്തോ ഒരു തോന്നൽ കൊണ്ടായിരിക്കും അവൻ ആ വളവിൽ അത്രയും വാഹനങ്ങൾ ഉണ്ടായിട്ടും അവൻ കയറി വന്നത്. റോങ് സൈഡിൽ അവൻ കയറി വരുന്നത്. ഇപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിയിലാണ് അവൻ ഇടിക്കുന്നതും ഈ അപകടം ഉണ്ടാവുന്നതും അവൻ മരിക്കുന്നതും എല്ലാം. പടച്ചോൻ എന്തിനു വിളിക്കുന്നത്, അല്ലെങ്കിൽ പടച്ചോൻ എന്തിനു ചെയ്ത്, ദൈവം എന്തിനു നമ്മളോട് ചെയ്തെന്ന് തോന്നിപ്പോവും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അവൻ ചിലപ്പോൾ അവന് ഓവർടേക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവൻ പിന്നിൽ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവന് കുഴപ്പം? എന്ത് എമർജൻസി ആയിരുന്നു അവനുണ്ടായിരുന്നത്? ഇപ്പം എന്താ അവസ്ഥ? അവൻ്റെ അവൻ പോയില്ലേ. ഈ കൊച്ചിനും ആരും ഇല്ലാണ്ടായി. ഇനി കുടുംബത്തിൽ ആരുമില്ല, ഇവൻ്റെ കുടുംബം മാത്രമായിരുന്നു ഒരു ഇത്, അതും പോയി. ഇനി ആ കൊച്ചിൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലത്തെ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്നല്ലോ ഞാൻ പറയുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ആലോചിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ. അവന് ചിന്തിക്കാൻ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു.
അവൻ്റെ കൂടെ വണ്ടിയിൽ അപ്പുറത്തിരിക്കുന്ന പെണ്ണ് അവളുടെ കാര്യം അവന് ചിന്തിക്കുകയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അവന് ചിന്തിക്കുകയായിരുന്നു. പിന്നെ എന്ത് അത്യാവശ്യത്തിനാണ് അവൻ അങ്ങനെ ഒരു ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡിൽ വന്ന് ഈ ഒരു അപകടം ഉണ്ടാക്കിയത്? അതുപോലെ എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊക്കെ ചിന്തിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും ചിന്തിക്കാനില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇതുപോലെ തന്നെ പല കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ അപകടങ്ങൾ കുറേ ഒഴിവാക്കാന്നേ. ഒരു നിമിഷം ജസ്റ്റ് അവൻ വിചാരിച്ചിട്ടുണ്ടാവും, ഒരു സെക്കൻഡ് കൊണ്ട് അവന് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ല അവൻ പോയത്. പക്ഷെ എന്താ ഉണ്ടായത്? ഇതുപോലെ ഞാനടക്കം ഞാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്തതില്ല ഇത് തന്നെയാണ്. ഞാൻ ചിലപ്പോൾ ബൈക്കുമായിട്ടും കാറുമായിട്ടും ഒക്കെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കും, ഓക്കെ ജസ്റ്റ് ക്രോസ് ചെയ്താൽ പോരും. പക്ഷെ അപ്പുറത്ത് നിന്ന് എന്താണോ, അപ്പുറത്ത് വരുന്ന ഡ്രൈവർ എന്താണോ ചിന്തിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചിട്ട്, ഒരു നിമിഷം നമ്മൾ ചിന്തിച്ച് നമ്മളൊന്ന് ആലോചിച്ച് ആ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ, വണ്ടി ഓടിക്കുന്ന കാര്യമില്ല, നമ്മൾ ഇതുപോലെ എടുത്തു ചാടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, ഇതുപോലെ ഒരു നിമിഷത്തിൻ്റെ ഇതിൽ നമ്മൾ എടുത്തു ചാടി ഇതുപോലെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇതിനേക്കാൾ വലിയ അപകടത്തിലായിരിക്കും. ഇപ്പോൾ അവൾക്ക് ആരുമില്ല, അവൻ്റെ കുടുംബത്തിന് അവൻ നഷ്ടപ്പെട്ടു, എല്ലാം പോയി. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തും അതായത് അങ്ങനെ പല കാര്യങ്ങൾ വരുന്ന സമയത്തും ചിന്തിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒരു നേരം നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് നിങ്ങൾ ഓടിക്കാവൂ വണ്ടി. ഇതൊന്നോ നാളെയായിട്ട് ഈ ന്യൂസ് അങ്ങ് മാറും. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇത് വെക്കണം കേട്ടോ, കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ ഇത് വെക്കണം. വെച്ചിട്ടേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവൂ.